ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നാണ് നമ്മുടെ സ്കൂൾ തുറക്കുക. ആ ഒരു ബോധം കൊണ്ട് തന്നെ ഞാൻ 5:45 എഴുന്നേറ്റിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് ലോങ് വീഡിയോ ആണ്, അധികം ലോങ് അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഗൈസ് എഴുന്നേറ്റുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കണയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോകണമല്ലോ ഗൈസ്. അപ്പോൾ സ്കൂളിൽ പോകുന്നൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ ശബ്ദമൊക്കെ നല്ല വ്യത്യാസം ഗൈസ്. ഇനി എനിക്ക് നേരെ ടോയ്ലറ്റിലേക്ക് പോകണം. ടോയ്ലറ്റിൽ പോയി ഞാൻ പല്ലേക്ക് വേണ്ടി പോകണം കേട്ടോ ഗൈസ്. ഞാൻ എന്താ വെള്ളം കുടിച്ചു. നെക്സ്റ്റ് നമുക്ക് പാലിൽ ബൂസ്റ്റ് ഇട്ട് തന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇന്ന് നമുക്ക് കുക്കിയുടെ കുറച്ച് പുസ്തകങ്ങളാണ്. കുക്കിയോ? അതാരത്? സോ ഗൈസ്, ഞാൻ ഈ ഒരു ക്യാറ്റിന് ഇട്ടൊരു പേരാണ് കേട്ടോ കുക്കി എന്നുള്ളത്. നല്ല ക്യൂട്ട് നെയിമാണല്ലോ ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കി എന്നിട്ടെടുത്തു. ഞാൻ ഓൾറെഡി വിചാരിച്ചൊരു ക്യാറ്റ് ഉണ്ടാകുമ്പോൾ എനിക്കതിന് കുക്കിന്ന് നെയിം ഇടണമെന്നുള്ളത്. അതിൽ ഗൈസ് ഈ ഒരു ക്യാറ്റിനാണ് ഞാൻ കുക്കിന് പേരിട്ടു. ഭയങ്കര കളിയാണ് കേട്ടോ ഇത്. കുക്കിക്ക് ഞാൻ കളിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന ഒരു ടർക്കിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനത്തെയൊക്കെ സംഭവം കളിക്കാൻ. കുറച്ചേരം കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടിട്ട് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. കുക്കിനെ കളിപ്പിക്കാൻ സ്ഥിരം പരിപാടിയെ കൊണ്ട് ഇപ്പോഴും കളിപ്പിച്ചു. കുറച്ച് കുസൃതികൾ കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്. സോ ഇപ്പോൾ ടൈം 8 മണിയാണ്. അപ്പോൾ ഗൈസ് ഞാൻ തലയിൽ എണ്ണ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഗൈസ് ഞാനിത് നമ്മുടെ ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. കാച്ചി എണ്ണയാണ് ഗൈസ്. കാച്ചി എണ്ണ കൊണ്ട് എൻ്റെ പണിയും കൊണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരുന്നത് മുടിയിലെ പിന്നെ കഴിച്ച് മുടി നല്ലോണം വീടെടുത്തിയൊക്കെ ആയിട്ട് നമുക്ക് എണ്ണയൊക്കെ തേച്ച് നല്ല കുട്ടപ്പിയായിട്ടിരിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഓരോ ഗോസിപ്പുമാരോണ്ടിരിക്കാനായിട്ട് ഈ സമയം പോകുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ എന്തൊക്കെയാ പറയണേ? ഫുള്ള് ബ്ലാ 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 ബ്ലാ. സത്യം പറയല്ലോ, എനിക്ക് കേട്ടിട്ട് പോലും ഒന്നും മനസ്സിലാവണം. ഇവിടെ ഞാൻ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കുറെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ ആ മുടി എണ്ണിടുന്ന വീഡിയോ മാത്രം വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് ഞാൻ എൻ്റെ ഹെയർക്ക് നല്ലപോലെ നോക്കുന്നുണ്ട്. ഹെയർ കെയർ എൻ്റെ മുടി ചെറുതായിട്ടൊക്കെ ഒന്ന് കുഴയുന്നുണ്ടെന്നല്ല, മുടി ഇരുമ്പോ എന്താ 2-3 മുടിയൊക്കെ ഉണ്ടാവട്ടെ. മാത്രമല്ല ഞാനിങ്ങനെ വെയിലത്തൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ മുടി എന്താ ചെമ്പൻ കളർ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല ഹെയർ കെയർ കൊടുക്കുന്നുണ്ട് എൻ്റെ ഹെയറിന്. ഞാൻ ഡെയിലി തലയിൽ എണ്ണിടും. കുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ യൂണിഫോം മുടിയൊക്കെ തന്നെ ഊരി മുടിയൊക്കെ നല്ലോണം ഈരി നല്ല ഭംഗിക്കൊക്കെ. എൻ്റെ മുടി കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിക്കോട്ടെ. പക്ഷെ കുറച്ചേരം കഴിയുമ്പോൾ ഭയങ്കര കേളി ആയിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഇതിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ മുടി ഈരി അങ്ങോട്ട് ക്രാബൊക്കെ. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. എന്നാൽ എൻ്റെ മുടി ഇങ്ങനെ വെള്ളം ഇട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ മുടി ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങൂല. ഞാൻ കുളിക്കണത് തന്നെ ഗൈസ് 8 മണിക്കാണ്. എന്നിട്ടോലും എൻ്റെ മുടി കൊണ്ട് തന്നെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ക്രാബ് വെച്ച് ഞങ്ങളുടെ മദർസിൽ പോകുമ്പോൾ അതിങ്ങനെ ക്രാബ് വെച്ചിട്ട് തന്നെ ഉണ്ട് വെച്ചിട്ട് പോണത്. ഞങ്ങളുടെ മദർസ പിന്നെ വൈകിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളുടെ മദർസ പഠിപ്പിക്കുന്ന ഉസ്താദിനെ വേറെ മദർസയിലും പഠിപ്പിക്കുന്നുണ്ട്. ആ മദർസയിൽ രാവിലെ ആയതുകൊണ്ടാണ് ഞങ്ങളുടെ മദർസ വൈകിട്ട്. ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് ജൂൺ 1-ാം തീയതി രാത്രി ഇരുന്നിട്ടാണ്. നമുക്ക് ക്രാബൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്സ് തീരാറായ മാമാത്തിൻ്റെ ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ് ഗൈസ്. വിറ്റാമിൻ സി ആണ്. സോ നമുക്ക് എടുക്കാം. ഇതിന് അപ്ലൈ ചെയ്യണ വീഡിയോ ഇട്ടത് ഞാൻ ഭയങ്കര പയ്യനാണ് അപ്ലൈ ചെയ്യണത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. പക്ഷെ പുതിയ ടീച്ചർ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് തിളങ്ങിയിരിക്കണമല്ലോ ഫ്രണ്ട്സ്. ഭയങ്കര കളിക്കാണ്. നമ്മൾ ഗസ് ചെയ്യും. ഞാൻ ഒരു 3 seconds ഇടാം. 1 2 3 ഓവർ. ഗൈസ് ഞാൻ കോമ്പാക്ട് ആണ്. കോമ്പാക്ട് ആണ് നിങ്ങൾ പറയുന്നത് വിചാരിച്ച ഫൗണ്ടേഷൻ ആയിട്ട് ഗൈസ്. ഞാനൊരു സൈഡിൽ വ്യത്യാസം കാണുന്നുണ്ട്. എനിക്ക് കാണുന്നുണ്ട്. എൻ്റെ കണ്ണാടി ഇവിടെ കാണുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ സാധനം പോയി ഗൈസ്. എന്താ ഐബ്രോസ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത് ഫ്രണ്ട്സ്? വെയിറ്റ് ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. ഈ നെക്സ്റ്റ് ഇതാണ് ഗൈസ്. ഇതും ഞാൻ ഇടാറില്ല. ഞാനെൻ്റെ വെറൈറ്റി ആണ് കേട്ടോ വാലിട്ടത്. ഞാനിങ്ങനെ അല്ല ഇടുന്നത്. ക്ലാസ്സിൽ പോകുന്നുണ്ടാണ് എന്നറിയുടെ വെറൈറ്റിയാണ് ഞാൻ. വെറൈറ്റി നൈസായിട്ടുണ്ട്.
എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കണി വന്നെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ കണി വരെ ഈ കണ്ണൊക്കെ നല്ല കോളായിട്ടാണ് ഫ്രണ്ട്സ് വേണ്ടത്. മസ്കാര ലിബാം മുട്ടയിനപ്പോഴത്തേക്ക് നല്ല ഭയങ്കര ടേസ്റ്റാണ്. സ്വന്തം കിടന്ന് പുകഴ്ത്തുന്ന ആളാണ് ഫ്രണ്ട്സ് ഞാൻ. അല്ല, നിങ്ങൾക്ക് ഈ സ്വഭാവം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മുട്ട സുജി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 3 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് എങ്ങോട്ടാന്ന് ചോദിക്കണേ. ഞാൻ സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതെ, തിരിച്ചു വരും ഇപ്പം തന്നെ. Oh my goodness. Okay guys, പെട്ടെന്ന് വേണ്ടത് സനാസിലാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. കുറച്ച് ആക്സസറീസ് സ്പേ ഉണ്ട്. എൻ്റെ ഒരു വാച്ച് എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാം ഉണ്ട് സാർ. വാച്ചിൻ്റെ കാജലുണ്ട്, ഞാൻ കണ്ടു ചെയ്തിട്ടുണ്ട് എല്ലാം. അതുകൊണ്ട് ബിസിനസ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് ഇടാം. ബ്രേസ്ലെറ്റ് ഇടാൻ തന്നെ എനിക്ക് കുറച്ച് ടൈം വേണം. കാരണം എന്താ, ഞാൻ ഒറ്റ കിടന്നുകൊണ്ട് തന്നെ കുറേ കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കണം. ഇട്ട് തരാൻ ആളുണ്ട്, പക്ഷേ വീഡിയോ എടുക്കണല്ലേ, അതൊന്നും പറ്റില്ലല്ലോ. സോ ഗായ്സ്, കുറേ നേരത്തെ കാത്തിരിപ്പിടയിൽ ഞാൻ ഇട്ടിരിക്കുന്നു. വാച്ചിടാനും വേണമല്ലോ സമയം. പിന്നെ ഗൈസ്, ഇതെൻ്റെ പുതിയ വാച്ചുമാണ്. ഇവിടെയുള്ള സമയത്ത് എനിക്കൊരു പരിക്ക് അതിൽ ബ്ലേഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല സുഖമുണ്ട്. നമ്മൾ വാച്ചും ഇട്ട് നെക്സ്റ്റ് ഗൈസ് നമ്മൾ സ്പ്രേ അടിക്കൽ ചടങ്ങാണ്. നിങ്ങൾ എല്ലായിടത്തും സ്പ്രേ അടിക്കണം. ഫസ്റ്റ് ഡേ ഇതും വായിലോട്ട് ഒരൊറ്റ തെറ്റ് ഒന്ന് അടുത്തൊക്കെ ഇരിക്കുമ്പോൾ നല്ല മണം വേണമല്ലോ ഗൈസ്. തന്നെ കുറേ അങ്ങോട്ട് വരിപ്പോത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാഗ്. നമുക്ക് ടാഗ് ഇടണം ഗൈസ്. എനിക്ക് ടാഗ് ഇടണം. ടാഗും കൂടി ഇട്ടെങ്ങനെ ഫ്രണ്ട്സ്. അപ്പോൾ ടാഗ് എടുക്കാനുള്ള കാലത്ത് പുതിയ വർഷമല്ലേ, കൊണ്ട് ടാഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ സ്കൂളിലൊക്കെ സൈക്കിളും ചോട്ടാണ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോണേണ്. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ മോട്ടോർ ഇടുന്ന ശബ്ദം കേട്ടപ്പോൾ വേഗം മോട്ടോർ ഓഫ് ചെയ്യാൻ വേണ്ടി പോയതാണ്. എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തോറക്കാണെന്ന് അങ്ങനെ എഴുന്നേക്ക്. കണ്ണുടന്നേ. ഇതെന്താ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഹാഷറായി മാറി. എഴുന്നേക്ക് എഴുന്നേക്ക്. മതി. ആ 2-3 മണിക്കൂറായി കിടക്കണം. എഴുന്നേക്കൊന്ന്. ഒക്കെ എഴുന്നേക്കടി ഗൈസ്. ഇത് ഇപ്പം എത്ര ചാവും എങ്ങനെയല്ലേ വിളിക്കാം ഗൈസ്. കുക്കിനടങ്ങാറാകാൻ നിറേണ്ട പണ്ടത്തെ ശീലമാണ്. വെള്ളം ഒഴിച്ചാൽ എങ്ങനെയായാലും എഴുന്നേക്ക്. ആരായാലും മനുഷ്യനായാലും പൂച്ചയായാലും എഴുന്നേക്ക്. മതി. കഴിഞ്ഞ് പോട്ടെ. ഇതെന്ത് സാധനമാണ് നീ? എൻ്റെ പൊന്ന് ഗൈസ്, 4-5 മണിക്കൂർ ഇട കിടന്ന് ഉറങ്ങണം. എന്നെ ഞാൻ വിളിച്ചതാണ്. ഞാൻ വിളിച്ചതെന്ത് രാത്രി എത്രയും നേരം കിടന്നുറങ്ങാൻ. എന്നാൽ ശരി, വാ കഴിഞ്ഞേക്ക് വാ. ഗൈസ് ഓക്കെ, ബൈ പറ. ഓക്കെ ബൈ പറ. ബൈ ഗൈസ്. ഞാൻ സ്കൂൾ വിട്ട് വന്നു. ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. മുടി നല്ല നനഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുക്കീസ് ഉണ്ട് ഗൈസ്.
കുക്കിനെ ഞാൻ ഇപ്പോൾ എഴുന്നേപ്പിച്ചുള്ളൂ ഗൈസ്. ആ വീഡിയോ ഞാൻ കാട്ടിത്തരട്ടെ. കുക്കിന് ഭയങ്കര ഉറക്കമായിരുന്നു, ഉറക്കപ്രാന്തിയായിരുന്നു, ഉറക്കപ്രാന്തി. വീണപ്പോഴാണ് ഗൈസ്, നിലത്തോട്ടാണ് വീഴാൻ പോയെന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയത് അല്ലേ ഓക്കെ. നല്ല ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. കിടന്നു അങ്ങനെ കിടക്കാൻ പാടില്ല ഗൈസ്. 3 മണിക്കൂറായിട്ട് എഴുന്നേറ്റിക്കണേ. പക്ഷെ കടന്ന് പറയണേ, ഞങ്ങൾ നടക്ക്, പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുക. കുറച്ചുകൂടെ സ്ട്രെച്ചൊക്കെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് സ്ട്രെച്ചൊക്കെ ചെയ്യണം ഗൈസ്. മുടി എന്തെങ്കിലും ഇരിക്കണേ, തേക്കറിപ്പോ. ഇങ്ങോട്ട് പാടാ ഇങ്ങനെ മുത്തുച്ചി നല്ല അടിപൊളി വാളാണ് ഗൈസ്. സോ കുക്കിനെ എഴുതിപ്പിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എപ്പോഴത്തെയും പോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.